പക്ഷേ ജീവിതത്തിൽ പല ദുർബല നിമിഷങ്ങളിലും തെറ്റുകൾ വന്നുപോയി. പക്ഷേ പടച്ചവന്റെ കാരുണ്യം നോക്കൂ. ഹറാം നോക്കിയ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, നാവിന്റെ സംസാരശേഷി പിൻവലിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ അടിമക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്, നന്നാകാൻ ചാൻസ് കൊടുക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിച്ച് അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് ഇന്നുവരെയുള്ള ജീവിതത്തിൽ വന്നുപോയ അപാകതകളിലും തെറ്റുകളിലും പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കണം. അത് തെറ്റുകൾ നിർത്തിക്കൊണ്ടായിരിക്കണം. അതേ, തെറ്റ് തുടർന്നുകൊണ്ടുള്ള തൗബക്ക് അർത്ഥമില്ല. ഇനിമേൽ ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടാകണം. അങ്ങനെ പടച്ച റബ്ബിനോട് ചെയ്യുന്ന തൗബയുണ്ടല്ലോ, അല്ലാഹ് പറയുന്നു അവന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. വയഫൂ അനിസ്സയ്യിആത്ത്, തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് അല്ലാഹ്. അതിന് ഖേദിച്ച് മടങ്ങണം അല്ലാഹുവിലേക്ക്. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ ശഅബാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങളും പരിശുദ്ധ റമളാനിലെ പുണ്യദിനങ്ങളും.